ശ്രീ റാഷിദ്, ആരോഗ്യമന്ത്രിയിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. മുൻകാലങ്ങളിൽ അവരുടെ നിലപാട് പല കാര്യത്തിലും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഇവിടെ CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് കുമാർ പറഞ്ഞ ഒരു വാദം ഞാനിങ്ങ് എടുക്കുകയാണ്. ഒന്നാമത്തത്, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഈ 2025 മാർച്ച് മാസത്തിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെയൊക്കെ വില വല്ലാതെ വർദ്ധിച്ചപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി ഉണ്ടെങ്കിലേ അത് പർച്ചേസ് ചെയ്യാൻ പറ്റൂ, അതുകൊണ്ടാണ് കാലതാമസം ഉണ്ടായത്, അതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് അത് വലിയ വിവാദമായി മാധ്യമങ്ങളും പൊതുജനങ്ങളും അത് ഏറ്റുപിടിച്ചപ്പോൾ വിമാനമാർഗമാണ് പരിഹാരം എത്തിയത്. എത്ര പെട്ടെന്നാണ് പരിഹാരം എത്തിയത്? അപ്പോൾ ജില്ലാ കളക്ടർ പെട്ടെന്ന് ഇടപെട്ടല്ലോ. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന കേരളത്തിലാണ് ഒരുപാട് മനുഷ്യരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ അലംഭാവം സംഭവിച്ചത്. അവിടെ ഒരു വകുപ്പ് മേധാവി തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടി വന്നു പരിഹാരമുണ്ടാകാൻ. ഒന്നാമത്തെ കാര്യം. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുക. 16,000 രൂപയുടെ തോർത്തുകൊണ്ട് കുളിച്ചു തോർത്തുകയും 36,000 രൂപയുടെ കണ്ണട വെക്കാനും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ പശുക്കൾക്ക് 42 ലക്ഷം രൂപയുടെ തൊഴുത്തിൽ സംഗീതം കേട്ട് പാൽ ചുരത്താനൊക്കെ പറ്റുന്ന ഒരു കേരളത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള രോഗികളുടെ ചികിത്സാർത്ഥമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വിലക്കയറ്റ തോത് നിർണ്ണയിക്കാനായിട്ട് ജില്ലാ കളക്ടർക്ക് സമയമില്ല എന്നുള്ള ആ ഒരു പരിപ്രേക്ഷ്യം CPM-ന്റെ പ്രതിനിധി പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഈ സർക്കാരിന്റെ പ്രയോറിറ്റി സാധാരണക്കാരല്ല. ഇനി ആരോഗ്യമന്ത്രിയുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ ഹാരിസ് ചിറക്കലിനെ കുറിച്ചിട്ട്? സതുദ്ദേശമുള്ള സത്യസന്ധനായ സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു ഡോക്ടർ. ഈ സതുദ്ദേശമായ സത്യസന്ധനായിട്ടുള്ള ഹാരിസ് ചിറക്കൽ എങ്ങനെയാ പെട്ടെന്ന് സംശയ നിഴലിൽ എത്തുന്നത്? സംശയ നിഴലിൽ എത്തുക മാത്രമല്ല, പിന്നീട് ആരോഗ്യമന്ത്രി നടത്തുന്ന പത്രക്കാരോട് സംസാരിക്കുമ്പോൾ ഈ ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയുന്നതിനോടൊപ്പം അവിടുന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതായ ഉപകരണത്തെക്കുറിച്ച് കൂടി പറയുന്നു. താങ്കൾ ശരിയായി CPM പ്രതിനിധിയോട് ചോദിച്ച പോലെ അന്നേരം ഹാരിസ് ചിറക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കാണാതെ പോയൊരു ഉപകരണത്തെക്കുറിച്ച് കൂടി പരാമർശിച്ച് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഹാരിസ് ചിറക്കലിനെ ഒരു കള്ളന്റെ നിഴലിൽ നിർത്താൻ വേണ്ടി ശ്രമിച്ചതാണ്. ആ നിഴലിൽ നിർത്താൻ ശ്രമിച്ചപ്പോൾ ഒരു പല പരിപാടികൾ നടത്തി. എക്സ്പെർട്ട് കമ്മിറ്റിയെ വെച്ചു. ഈ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് ഇന്നലെ തിടുക്കപ്പെട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. പൂർണ്ണമായ വിവരങ്ങളില്ല, വേണ്ടത്ര അന്വേഷണം നടത്തി റിപ്പോർട്ടുകളില്ല, ഇതൊന്നുമില്ല. തിടുക്കപ്പെട്ട് ഹാരിസ് ചിറക്കൽ എന്ന് പറഞ്ഞ സത്യസന്ധനായ ഒരു ഡോക്ടറെ സംശയത്തിൽ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ട് സഹപ്രവർത്തകരായ മറ്റു ഡോക്ടർമാരെ കൊണ്ട് തന്നെ, പ്രിൻസിപ്പലിനെ കൊണ്ടും സൂപ്രണ്ടിനെ കൊണ്ടും തന്നെ പത്രസമ്മേളനം വിളിച്ച് DME ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തി കള്ളനാക്കി ചിത്രീകരിക്കാൻ നോക്കുന്നു. മാധ്യമങ്ങളും പൊതുസമൂഹവും പൗരബോധമുള്ള മുഴുവൻ മനുഷ്യരും ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ പെട്ടെന്നൊരു ദിവസം മാറ്റമുണ്ടാകുന്നു. ഇനി രണ്ടാമത്തത്, മന്ത്രി തന്നെ പറയുന്നു ഈ ഉപകരണത്തിന്റെ ചില ഭാഗങ്ങൾ കാണാതായി എന്ന്. ഞാൻ പറയുന്നത്, ഒരു ഡോക്ടർ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ അതിനെ ചൊല്ലിയുള്ള വിവാദം കനക്കുമ്പോൾ ആ ഡോക്ടറുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരു ഉപകരണം കാണാതായി എന്ന് പറയുന്നത് വകതിരിവില്ലായ്മയാണ്. അത് സ്കൂളിൽ ചോക്കേറ്റ് മരിക്കുന്ന ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ് സൂംബ ഡാൻസ് കളിക്കാൻ പോയ ചിഞ്ചുറാണി എന്ന് പറഞ്ഞ മന്ത്രിക്ക് ഇല്ലാതെ പോയ ആ വകതിരിവ്, അത് തന്നെയാണ് ഇവിടെ ആരോഗ്യമന്ത്രിക്കും ഇല്ലാതെ പോയത്. വകതിരിവ് ഈ സംസ്ഥാന സർക്കാരിലെ ഒരു മന്ത്രിമാർക്കും ഇല്ല. സാധാരണക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒട്ടും തന്നെ ഇല്ല. ഇനി അടുത്തത്, ഏതൊക്കെ റിപ്പോർട്ട് കിട്ടി എന്ന് പറയണ്ടേ? ഇപ്പോൾ ഹാരിസ് ചിറക്കലിന്റെ ഓഫീസിൽ നിന്ന് കാണാതെ പോയ ഉപകരണത്തിന്റെ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു എന്ന് പേരായ ഒരു വീട്ടമ്മ മരണപ്പെട്ടതിന്റെ റിപ്പോർട്ട് കിട്ടിയോ? 100 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റം എന്ന് പറഞ്ഞ കെട്ടിടം എന്തുകൊണ്ട് പൊളിച്ചു മാറ്റാതിരുന്നു? അവിടെ വീണ്ടും ചികിത്സയും മറ്റു കാര്യങ്ങൾ തുടർന്ന് നടന്നു. റിപ്പോർട്ട് കിട്ടിയോ? കോഴിക്കോട് ഹർഷിന എന്ന് പറഞ്ഞ ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക ഏത് സർക്കാർ ആശുപത്രിയിൽ നിന്നാണ് കുടുങ്ങിയത്? ആരാണ് ഉത്തരവാദികൾ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ICU-വിന് തീപിടുത്തമുണ്ടായപ്പോൾ അവിടുന്ന് രോഗികളെ രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്തത്ര ദുരന്തമാണ് അവിടുത്തെ സാഹചര്യങ്ങൾ ഉണ്ടായത്. പുതുക്കി പണിത ICU ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായത്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് കിട്ടിയോ? ഇനി ഓരോന്നായിട്ട് നോക്കിയാൽ ഇതേ മന്ത്രി തന്നെ നിങ്ങളുടേത് ഉൾപ്പെടെയുള്ള കേരളത്തിലെ വിവിധ ദൃശ്യമാധ്യമങ്ങളുടെ ചാനൽ ക്യാമറകൾ കൊണ്ട് ഈ മരുന്ന് ക്ഷാമത്തെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി മിന്നൽ പരിശോധന നടത്തിയല്ലോ. റിപ്പോർട്ട് കിട്ടിയോ? എന്തുകൊണ്ടാണ് മരുന്ന് ക്ഷാമം ഉള്ളതെന്ന്? എന്തുകൊണ്ടാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം ഉള്ളതെന്ന്? എന്തുകൊണ്ടാണ് വേണ്ടത്ര നഴ്സിംഗ് അസിസ്റ്റന്റുമാരും നഴ്സുമാരും ഡോക്ടർമാരും ഇല്ലാത്തതെന്ന് റിപ്പോർട്ട് കിട്ടിയോ? അപ്പൊ റിപ്പോർട്ടൊന്നും കിട്ടിയില്ല. അത്തരം റിപ്പോർട്ടുകളൊന്നും നമ്മുടെ മുമ്പിൽ വെക്കുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ വെക്കുന്ന റിപ്പോർട്ട് എന്താ? ഹാരിസ് ചിറക്കലിന്റെ ഓഫീസിൽ നിന്ന് കാണാതെ പോയ ഉപകരണങ്ങളെ കുറിച്ചിട്ടുള്ള സംശയത്തിന്റെ മുൾമുനയിൽ ആ ഡോക്ടറെ നിർത്തുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ റൂം പരിശോധിക്കുന്നു. അതിനുശേഷം മറ്റൊരു താഴിട്ട് പൂട്ടുന്നു. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ
നമ്മൾ കഫീൽ ഖാനെ കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലെ കഫീൽ ഖാന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഹാരിസ് ചിറക്കലിന് നേരിടേണ്ടി വരുന്നത്. അതിൽ കഫീൽ ഖാന് യോഗി ആദിത്യനാഥ് കൊടുത്തതുപോലെയുള്ള ഒരു ജയിൽ ശിക്ഷയിൽ നിന്ന് പിണറായി വിജയന് ജയിൽ ശിക്ഷ കൊടുക്കാൻ പറ്റിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കാരണം നമ്മൾ മാധ്യമങ്ങളും പൊതുസമൂഹവും പൗരബോധമുള്ള മുഴുവൻ മനുഷ്യരും ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇനി ഈ നവീൻ ബാബുവിന് PP ദിവ്യ കൊടുത്തതുപോലെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൊടുക്കാൻ പറ്റിയില്ല. അതിന്റെ കാരണം ഇവിടുത്തെ പൗരസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. ഇനി കളക്ടറായിട്ടുള്ള അരുൺ കെ വിജയൻ ഉണ്ടല്ലോ, കണ്ണൂരിലെ കളക്ടർ നവീൻ ബാബുവിനെ കള്ളനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി തിടുക്കം കാണിച്ച ആ അരുൺ കെ വിജയന്റെ മുഖഛായ ഉണ്ടായിരുന്നു ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിനും അവിടുത്തെ പ്രിൻസിപ്പാളിനുമൊക്കെ സ്വന്തം സഹപ്രവർത്തകനെ കള്ളനാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ആ തിടുക്കപ്പെട്ട് DMEയുടെ ഉൾപ്പെടെയുള്ള ഒത്താശയോടെ നിർദ്ദേശപ്രകാരം നടത്തിയ ആ പത്രസമ്മേളനത്തിൽ ഇവിടെ ഒരു കാര്യം എനിക്ക് CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, ഇന്നലെ വരെ സംശയത്തിന്റെ നിഴലിൽ നിന്ന ആ ഹാരിസ് ചിറക്കൽ ഇന്ന് മാപ്പ് പറഞ്ഞപ്പോൾ, ഇന്ന് ആരോഗ്യമന്ത്രിയോട് തെറ്റേറ്റു പറഞ്ഞപ്പോൾ സംശയം മാറിക്കിട്ടിയോ നിങ്ങൾക്ക്? അല്ല, ഞാൻ റാഷിദ്, എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന്റെ വിശ്വാസ്യതയൊക്കെ പല ഘട്ടത്തിലും ചോദ്യചിഹ്നമായിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അതിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. എനിക്ക് CPMന്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ള 3 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത്, ഇന്നലെ വരെ സംശയത്തിന്റെ നിഴലിൽ നിന്ന ആ ഹാരിസ് ചിറക്കലിനെ ഇന്ന് സംശയത്തിന്റെ നിഴലിൽ മാറ്റിയോ? അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് കാണാതായി എന്ന് പറഞ്ഞ ഉപകരണങ്ങൾ കണ്ടുകിട്ടി എന്നുള്ള റിപ്പോർട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എങ്കിൽ നിങ്ങൾ പുറത്തുവിടേണ്ടതല്ലേ? ആരോഗ്യമന്ത്രി പറയണ്ടേ? അദ്ദേഹം സത്യസന്ധനാണെന്ന് കൂടി ഒന്നുകൂടി ഉറപ്പിച്ച് പറയേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇന്ന് ആരോഗ്യമന്ത്രി മിണ്ടാതെ പോയി? ഇനി രണ്ടാമത്തത്, ഇന്നലെ ആ പെട്ടി കണ്ടു, പെട്ടിയിലെ ബില്ല് കണ്ടു, അതിൽ ചില പരിചയമില്ലാത്ത ഉപകരണങ്ങൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത് ബില്ലാണോ മറ്റു വൗച്ചറാണോ എന്നൊന്നും തിരിച്ചറിയാത്തവരാണോ വിദഗ്ധ സമിതി? അത് ഏത് ഉപകരണമാണെന്ന് തിരിച്ചറിയാത്തവരാണോ വിദഗ്ധ സമിതി? അത് എന്ത് പെട്ടിയാണെന്ന് തിരിച്ചറിയാത്തവരാണോ വിദഗ്ധ സമിതി? അപ്പൊ അവർക്കൊക്കെ ഇന്ന് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടെങ്കിൽ ഇന്നലെ നടത്തിയതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ച് പറയണമായിരുന്നു. സൂപ്രണ്ടും പ്രിൻസിപ്പാളും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയും പറയണമായിരുന്നു, ഹാരിസ് ചിറക്കൽ സംശയത്തിന്റെ നിഴലിലല്ല, സത്യസന്ധനായ സതുദ്ദേശപരമായ പറഞ്ഞ എന്താണ് ജിൻഡോ? DME ഡോക്ടർ വിശ്വനാഥൻ ഇന്ന് മാധ്യമപ്രവർത്തകരോട് വന്ന് പറഞ്ഞു, ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ ഡോക്ടർമാരെ ഫോണിൽ വിളിച്ചത് ഞാനാണ്, അവരിങ്ങനെ ചോദ്യങ്ങൾ നേരിടുന്നതിൽ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ആ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചോളൂ എന്ന്. അത് അവരെ ഒന്ന് ആ നിലയ്ക്ക് വിളിച്ചു തന്നെയാണ്, അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് ഡോക്ടർ വിശ്വനാഥൻ പറയുന്നു. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോയി കണ്ടിരുന്നു, അദ്ദേഹത്തോട് സമാധാനമായിരിക്കാൻ പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് വെച്ചാൽ ഇതവിടെ പറഞ്ഞ് സെറ്റിൽ ചെയ്യുന്നുണ്ട് ഡോക്ടർമാർക്കിടയിൽ, അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ. DME തല ഇടപെടൽ അവിടെ നടന്നു എന്ന് DME തന്നെ ഇത് പറയുകയാണ്. ആരോഗ്യമന്ത്രി തന്നെ വന്ന് കണ്ടിരുന്നു എന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കലും പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോ വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ ജിൻഡോ ജോൺ? പിന്നെ തീർച്ചയായിട്ടും വേണമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഡോക്ടർ, യാതൊരു അഴിമതിയുടെയും പുരളാത്ത ഒരു ഡോക്ടറെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് എത്രത്തോളം മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിർത്തിയത്, സംശയത്തിന്റെ നിഴലിൽ നിർത്തിയില്ലേ? മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെയാണ്. ആയാളിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് പറയുന്നതിനിടയ്ക്ക് ഉപകരണം കാണാതെ പോയി എന്നുള്ള വകതിരിവില്ലായ്മ പറഞ്ഞ ആരോഗ്യവകുപ്പ് മന്ത്രി കൃത്യമായിട്ട് പറയണം, ഉപകരണം കണ്ടുകിട്ടി, ഇയാളെ കുറിച്ച് ഒരു സംശയമില്ല, ഉത്തരവാദിത്തമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറയണം. അവിടെയാണ് എന്റെ ഒരു കൺക്ലൂഡിംഗ് പോയിന്റ്. ഇവിടെ CPMന്റെ പ്രതിനിധി പറഞ്ഞത് എന്താ, ഈ എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ പറഞ്ഞാൽ എന്താകും സ്ഥിതി, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട കെടുതികളെ കുറിച്ച് പറഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന്. അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഹാരിസ് ചിറക്കൽ ഇന്ന് സ്വയം കുറ്റമേക്കുകയാണ്. അദ്ദേഹത്തിന് പറ്റി ചട്ടലംഘനം നടത്തിയെന്ന് അദ്ദേഹം സ്വയം കുറ്റമേറ്റപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി എന്ന് പറയാം. എന്ത് ചട്ടലംഘനമാണ്? കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ സാധാരണക്കാർക്ക് കിട്ടുന്ന ചികിത്സാ സംവിധാനങ്ങളിൽ അപര്യാപ്തത വന്നു എന്ന് പറഞ്ഞതാ ചട്ടലംഘനം. അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞതിൽ ചട്ടലംഘനമില്ല, രാഷ്ട്രീയം പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ പ്രശ്നമില്ല. അതിനു മുമ്പ് നടന്ന ചട്ടലംഘനങ്ങളെ കുറിച്ച് കാണുന്നില്ല, മറ്റു പലരുടെയും ചട്ടലംഘനങ്ങളെ കുറിച്ച് കാണുന്നില്ല. അദ്ദേഹം സ്വയം കുറ്റമേറ്റപ്പോൾ അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് നേരിട്ട ആ പീഡകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്ലീൻ ചീറ്റ്, വഴങ്ങിയില്ല എങ്കിൽ നിങ്ങൾക്ക് പണി എന്നുള്ളതാണ് നിലപാട് എന്നാണ്. ഇപ്പൊ തൽക്കാലം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഒരു വശത്ത് ഈ അദ്ദേഹത്തെ നാണം കെടുത്താൻ ഇറങ്ങിയവർ നാണം കെട്ടു, അദ്ദേഹം ഒരു പാവമായതുകൊണ്ട് അദ്ദേഹം ഇനി പ്രശ്നങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞ് അവസാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇതങ്ങ് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ് ജിൻഡോ ജോണും ചൂണ്ടിക്കാണിക്കുന്നത്.